കമലേഷ് എങ്ങനെ പ്രതീക്ഷ വെച്ചിരുന്നു കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ പ്ലീനറി സമ്മേളനം അത് സംഘടനാ കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഭാരത് ജോഡോ യാത്രയൊക്കെ നമുക്കറിയാം വലിയ ജനപങ്കാളിത്തം കണ്ടു. അതൊക്കെ എത്ര പ്രാവശ്യം രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും എവിടെയും ഏശിയില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഒരു പരിധിവരെ ഫിജി അങ്ങനെ തന്നെ വേണം കരുതാൻ. കോൺഗ്രസ് സംഘടനാപരമായി കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഭാരത് ജോഡോ യാത്രയാണെങ്കിലും വളരെ ജനാധിപത്യപരമായി അവർക്കൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലൂടെയും അടക്കം കോൺഗ്രസ് സംഘടനാപരമായി ആ ഒരു ശക്തി വീണ്ടെടുക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വലിയ ഒരു ആത്മവിശ്വാസം പകരുന്ന, പ്രവർത്തകർ കൂടുതൽ ഊർജ്ജസ്വലരായി പാർട്ടിയോട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അത് ഈ ഭാരത് ജോഡോ യാത്രയിൽ അടക്കം പ്രതിഫലിച്ചതുമാണ്, നമ്മൾ കണ്ടതുമാണ്. വലിയ ജനപിന്തുണയാണ്, അല്ലെങ്കിൽ വലിയ സ്വീകാര്യതയാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിലും വിവിധ ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ ഈ ഭാരത് ജോഡോ യാത്രയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ലഭിച്ചിട്ടുള്ള വലിയ സ്വീകരണം. എന്നാൽ ആ സ്വീകരണത്തെ, ഈ പ്രവർത്തകരുടെ ആ ആവേശത്തെ, ഊർജത്തെ വോട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും, ഭാരത് ജോഡോ യാത്ര ഉണ്ടാകുമ്പോഴും, കോൺഗ്രസിന് വലിയ ഒരു ഉണർവുണ്ടാകുമ്പോഴും, കോൺഗ്രസിന് വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഒരു ദേശീയ അധ്യക്ഷൻ ഉണ്ടാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളെ എത്രത്തോളം ഗൗരവത്തോടെ കോൺഗ്രസ് കണ്ടിരുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ ത്രിപുരയിലടക്കം CPM-ഉം കോൺഗ്രസും സഖ്യമായി മത്സരിക്കുമ്പോൾ പോലും അത്തരത്തിൽ ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മുൻകൈ എടുത്തുകൊണ്ടുള്ള ശക്തമായ ഒരു പ്രചരണമോ അത്തരത്തിൽ വലിയ ഒരു ശക്തി പ്രകടനമോ ഒന്നും തന്നെ ഈ ത്രിപുരയിലടക്കം നടത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്.